ലോകം ഉറ്റുനോക്കുന്ന അത്യപൂർവമായ ഒരു സൗഹൃദം. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മക്രോണും കൈകോർക്കുമ്പോൾ പിറക്കുന്നത് കേവലം ഒരു ആയുധ കരാർ മാത്രമല്ല, മറിച്ച് വരാനിരിക്കുന്ന ദശകങ്ങളിൽ ഇന്ത്യയെ ലോകത്തെ പ്രതിരോധ തലസ്ഥാനമാക്കി മാറ്റാനുള്ള മാസ്റ്റർ പ്ലാൻ കൂടിയാണ്. മുംബൈയിലെ തിരക്കേറിയ തെരുവുകളിൽ നിന്ന് തുടങ്ങി ബംഗളൂരുവിലെ പ്രതിരോധ ലബോറട്ടറികൾ വരെ നീളുന്ന ഈ സന്ദർശനം ഇന്ത്യയുടെ ആകാശക്കരുത്തിന് പുതിയൊരു ജീവൻ നൽകുകയാണ്. എന്താണ് ഹാമർ മിസൈൽ കരാർ? എന്തുകൊണ്ടാണ് മോദി മക്രോൺ സൗഹൃദം ഇന്ത്യക്ക് ഇത്രത്തോളം പ്രധാനമാകുന്നത്? നമുക്ക് നോക്കാം. ഇന്ത്യയുടെ വിദേശ നയങ്ങളിൽ ഫ്രാൻസിന് എപ്പോഴും ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. അമേരിക്കയോ റഷ്യയോ പലപ്പോഴും ഉപാധികൾ വെക്കുമ്പോൾ ഒരു നിബന്ധനയുമില്ലാതെ ഇന്ത്യയെ പിന്തുണച്ച ചരിത്രമാണ് ഫ്രാൻസിനുള്ളത്. മോദിയും മക്രോണും തമ്മിലുള്ള വ്യക്തിപരമായ കെട്ടുറപ്പ് ഈ ബന്ധത്തെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തി. ഹോറിസോൺ 2047 എന്ന ദീർഘകാല പദ്ധതിയിലൂടെ അടുത്ത 25 വർഷത്തെ ഇന്ത്യ ഫ്രാൻസ് ബന്ധം ഇവർ നേരത്തെ തന്നെ ഉറപ്പിച്ചു കഴിഞ്ഞു. പ്രതിരോധം, ബഹിരാകാശം, ആണവോർജം എന്നീ മേഖലകളിൽ ഇന്ത്യയുടെ ഏറ്റവും വിശ്വസ്തരായ പങ്കാളിയാണ് ഇന്ന് ഫ്രാൻസ്. എന്തുകൊണ്ടാണ് ഇന്ത്യ തന്റെ ഏറ്റവും വിശ്വസ്ത സുഹൃത്തായി ഫ്രാൻസിനെ കാണുന്നതെന്ന് ചോദിച്ചാൽ അതിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ള ചരിത്രമുണ്ട്. 1998 ഇന്ത്യ പൊഖ്രാനിൽ ആണവ പരീക്ഷണം നടത്തിയപ്പോൾ ലോകരാജ്യങ്ങളെല്ലാം ഇന്ത്യയെ ഒറ്റപ്പെടുത്താൻ നോക്കി. അമേരിക്കയും ബ്രിട്ടനും ഉൾപ്പെടെയുള്ളവർ ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ ഇന്ത്യയുടെ തീരുമാനത്തെ മാനിക്കുകയും ഒപ്പം നിൽക്കുകയും ചെയ്ത ഒരേ ഒരു പാശ്ചാത്യ രാജ്യം ഫ്രാൻസ് ആയിരുന്നു. കാർഗിൽ യുദ്ധ സമയത്ത് പാകിസ്ഥാന്റെ ബങ്കറുകൾ തകർക്കാൻ മിറാഷ് വിമാനങ്ങളിലൂടെ ഫ്രാൻസ് നൽകിയ സഹായം നമ്മുടെ സൈനിക ചരിത്രത്തിലെ നിർണായക വഴിത്തിരിവായിരുന്നു. അന്ന് തുടങ്ങിയ ആ വിശ്വാസം ഇന്ന് റാഫേൽ വിമാനങ്ങളുടെയും ഹാമർ മിസൈലുകളിലൂടെയും കൂടുതൽ കരുത്താർജിച്ചിരിക്കുകയാണ്. ഇന്ന് മോദിയും ഇമാനുവലും തമ്മിലുള്ള വ്യക്തിപരമായ കെട്ടുറപ്പ് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ വെറും ഒരു വാങ്ങൽ വിൽപ്പന രീതിയിൽ നിന്ന് മാറ്റി ഒരു പങ്കാളിത്തമായി മാറ്റിയിരിക്കുകയാണ്. ഈ സന്ദർശനത്തിലെ യഥാർത്ഥ താരം എന്ന് പറയുന്നത് ഹാമർ മിസൈലുകളാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ശത്രുവിന്റെ നെഞ്ചിലേക്ക് ആരു പതിക്കുന്ന ഒരു ചുറ്റിക പോലെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇതൊരു സാധാരണ മിസൈൽ അല്ല, മറിച്ച് ലക്ഷ്യം ഒരിക്കലും തെറ്റാത്ത ഒരു സ്മാർട്ട് ആയുധമാണ്. ഏകദേശം 70 കിലോമീറ്റർ ദൂരം നിൽക്കുന്ന ശത്രുവിനെ പോലും പൈലറ്റിന്റെ കണ്ണിൽ പെടാതെ തന്നെ തകർക്കാൻ ഇതിന് കഴിയും. പർവ്വത പ്രദേശങ്ങളിലെ ഗുഹകൾക്കുള്ളിലോ മണ്ണിനടിയിലോ ഒളിച്ചിരിക്കുന്ന ശത്രു ബങ്കറുകളെ തകർക്കാൻ ഹാമറിന് പ്രത്യേകമായ കഴിവുണ്ട്. ഫയർ ആൻഡ് ഫോർഗെറ്റ് എന്ന സാങ്കേതിക വിദ്യയാണ് ഇതിന്റെ ഏറ്റവും വലിയ കരുത്ത്. അതായത് പൈലറ്റ് ഈ മിസൈൽ വിക്ഷേപിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതിനെ നിയന്ത്രിക്കേണ്ടതില്ല. മിസൈലിലെ അത്യാധുനിക സെൻസറുകൾ സ്വയം ലക്ഷ്യസ്ഥാനം കണ്ടെത്തി അത് തകർക്കും. രാത്രിയെന്നോ പകലെന്നോ മഴയെന്നോ മഞ്ഞെന്നോ വ്യത്യാസമില്ലാതെ ഏത് കാലാവസ്ഥയിലും ഇത് ഒരേപോലെ പ്രഹരശേഷിയുള്ളതാണ്. ഇത് ഇന്ത്യക്ക് നൽകുന്ന ഗുണങ്ങൾ ആയിരക്കണക്കിന് യുവാക്കൾക്ക് ഹൈടെക് പ്രതിരോധ മേഖലയിൽ ജോലി ലഭിക്കും. ലോകത്തെ ഏറ്റവും മികച്ച മിസൈൽ ടെക്നോളജി ഇന്ത്യക്ക് സ്വന്തമാവും. ഭാവിയിൽ മറ്റ് രാജ്യങ്ങളിലേക്ക് ഹാമർ മിസൈലുകൾ ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യാനും നമുക്ക് സാധിക്കും. ഈ മിസൈലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അതിന്റെ ആക്രമണ പരിധിയാണ്. ഹാമറിന് ഏകദേശം 60 മുതൽ 70 കിലോമീറ്റർ വരെ ദൂരത്തിൽ കൃത്യമായ ആക്രമണം നടത്താൻ കഴിവുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇത് യുദ്ധവിമാനങ്ങൾക്ക് ശത്രു പ്രതിരോധ സംവിധാനങ്ങളുടെ പരിധിക്ക് പുറത്തു നിന്നുകൊണ്ട് തന്നെ ലക്ഷ്യത്തെ ആക്രമിക്കാനുള്ള കഴിവ് നൽകുന്നു. പ്രത്യേകിച്ച് പർവ്വത പ്രദേശങ്ങളിലും കനത്ത സുരക്ഷയുള്ള ബങ്കറുകൾക്കുമെതിരെ ഹാമർ ഫലപ്രദമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ത്യയുടെ ഭൂമിശാസ്ത്ര സാഹചര്യങ്ങൾ കണക്കിലെടുത്താൽ ലഡാക്ക് പോലുള്ള ഉയർന്ന പ്രദേശങ്ങളിലെ പ്രതിരോധ ആവശ്യങ്ങൾക്കായി ഇത്തരം ആയുധങ്ങൾ നിർണായകമാണെന്നാണ് വിലയിരുത്തലുകൾ. ഹാമർ മിസൈലിന്റെ സാങ്കേതിക ശക്തി അതിന്റെ ഫയർ ആൻഡ് ഫോർഗെറ്റ് കഴിവിലാണ്. ഒരിക്കൽ ലക്ഷ്യം ലോക്ക് ചെയ്ത് വിക്ഷേപിച്ചാൽ പിന്നീട് മിസൈൽ സ്വയം ലക്ഷ്യത്തിലേക്ക് കൃത്യമായി എത്തുന്ന രീതിയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. അതായത് പൈലറ്റിന് പിന്നീട് മിസൈലിനെ നിയന്ത്രിക്കേണ്ട ആവശ്യമില്ല. ഈ സംവിധാനത്തിലൂടെ ഒരു റാഫേൽ ജെറ്റിന് വളരെ കുറച്ച് സമയത്തിനുള്ളിൽ നിരവധി ലക്ഷ്യങ്ങൾ ആക്രമിക്കാനും സ്വന്തം സുരക്ഷിതമായി മാറി നിൽക്കാനും കഴിയും. യുദ്ധഭൂമിയിലെ വേഗതയും കൃത്യതയും നിർണായകമായ സാഹചര്യത്തിൽ ഇത് വലിയൊരു മുൻതൂക്കം നൽകുകയാണ്. കൂടാതെ നിശ്ചലമായ ലക്ഷ്യങ്ങളെ മാത്രമല്ല, ചലിക്കുന്ന ലക്ഷ്യങ്ങളെയും ഹാമർ കൃത്യമായി ആക്രമിക്കാൻ കഴിവുള്ളതായി വിലയിരുത്തപ്പെടുന്നുണ്ട്. ആധുനിക നാവിഗേഷൻ സാങ്കേതിക വിദ്യകളും ഗൈഡൻസ് സംവിധാനങ്ങളും ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ ആക്രമണത്തിനിടയിൽ ലക്ഷ്യം മാറിയാലും അല്ലെങ്കിൽ കാലാവസ്ഥ പ്രതികൂലമായാലും മിസൈൽ ലക്ഷ്യം തെറ്റാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇത് ഇന്ത്യയുടെ വ്യോമസേനയ്ക്ക് രാത്രിയിലും പകലും എല്ലാ കാലാവസ്ഥയിലും പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ശക്തമായ ആയുധം നൽകുകയാണ്. ഈ ചർച്ചകൾക്കും കരാറുകൾക്കും അപ്പുറം നാം കാണേണ്ടത് ഒരു പുതിയ ഇന്ത്യയുടെ ഉദയമാണ്. ഒരു കാലത്ത് ആയുധങ്ങൾക്കായി ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ കൈനീട്ടി നിന്നിരുന്ന ഒരു രാജ്യം
ഇന്ന് ലോകത്തിലെ ഏറ്റവും ആധുനികമായ മിസൈലുകളും യുദ്ധവിമാനങ്ങളും സ്വന്തം മണ്ണിൽ നിർമ്മിക്കാൻ പോവുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണും തമ്മിലുള്ള ഈ സൗഹൃദം കേവലം രാഷ്ട്രീയ ലാഭങ്ങൾക്കപ്പുറം മാറ്റമില്ലാത്ത ഒരു തത്വത്തിൽ അധിഷ്ഠിതമാണ്. അതാണ് പരസ്പര വിശ്വാസം. ഹാമർ മിസൈലുകളുടെ ഇന്ത്യയിലെ നിർമ്മാണം വെറും ഒരു ഫാക്ടറി തുടങ്ങുന്നത് പോലെയല്ല. അത് നമ്മുടെ പ്രതിരോധ മേഖലയിലെ വിദേശങ്ങളെ ആശ്രയിക്കുന്നതിന്റെ ചങ്ങലകൾ പൊട്ടിച്ചെറിയുന്ന ഒന്നാണ്. ഇന്ത്യയുടെ ആകാശങ്ങളിൽ പറക്കുന്ന റഫേൽ വിമാനങ്ങൾ, ഇന്ത്യയുടെ തന്നെ മണ്ണിൽ നിർമ്മിച്ച മിസൈലുകൾ ഘടിപ്പിക്കപ്പെടുമ്പോൾ അത് ഓരോ ഇന്ത്യക്കാരനും നൽകുന്ന അഭിമാനം ചെറുതല്ല. ഇത് ശത്രു രാജ്യങ്ങൾക്കുള്ള കൃത്യമായ സന്ദേശമാണ്. ഇന്ത്യ ഇനി പ്രതിരോധത്തിലല്ല, മറിച്ച് സ്വയം കരുത്താർജിച്ചുകൊണ്ട് ഏതൊരു വെല്ലുവിളിയെയും നേരിടാൻ സജ്ജമാണെന്ന്. ലഡാക്കിലെ മഞ്ഞുമലകളിൽ കാവൽ നിൽക്കുന്ന സൈനികന് ഈ മിസൈലുകൾ നൽകുന്ന ആത്മവിശ്വാസം ബംഗളൂരുവിലെയും മുംബൈയിലെയും ലാബുകളിൽ ജോലി ചെയ്യുന്ന എഞ്ചിനീയർമാർക്ക് ലഭിക്കുന്ന സാങ്കേതിക അറിവ്, രാജ്യത്തെ യുവാക്കൾക്ക് ലഭിക്കുന്ന തൊഴിലവസരങ്ങൾ, ഇങ്ങനെ നോക്കിയാൽ ഈ ഒരു കരാർ രാജ്യത്തിന്റെ നാനാതുറകളിലും വലിയ ചലനങ്ങൾ സൃഷ്ടിക്കും. മേക്ക് ഇൻ ഇന്ത്യ എന്നത് വെറും ഒരു മുദ്രാവാക്യമല്ല, മറിച്ച് അത് യാഥാർത്ഥ്യമാകുന്ന കാഴ്ചയാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള ഈ ദൃഢമായ ബന്ധം വരും തലമുറകൾക്ക് വലിയൊരു മുതൽക്കൂട്ടാകും. സാങ്കേതിക വിദ്യയുടെ കൈമാറ്റത്തിലൂടെയും സംയുക്ത നിർമ്മാണത്തിലൂടെയും ഇന്ത്യ ലോകത്തിന്റെ ആയുധപുരയായി മാറുന്ന കാലം വിദൂരമല്ല. ഈ സന്ദർശനം അവസാനിക്കുമ്പോൾ നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ടതൊന്നാണ്: ഭാരതം മാറുകയാണ്, ഭാരതം വളരുകയാണ്. ആ വളർച്ചയിൽ ഫ്രാൻസിനെ പോലൊരു വിശ്വസ്ത സുഹൃത്ത് കൂടെയുള്ളത് നമ്മുടെ കരുത്ത് വർദ്ധിപ്പിക്കുകയാണ്. ശത്രുവിനെ തകർക്കാൻ ഹാമർ എന്ന ചുറ്റികയും രാജ്യത്തെ കാക്കാൻ ഈ അചഞ്ചലമായ സൗഹൃദവും ഇന്ത്യക്ക് എന്നും ഒരു കവചമായിരിക്കും. ഈ കരാറിന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് ഇത് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ പോകുന്നു എന്നതാണ്. ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡും ഫ്രഞ്ച് കമ്പനിയായ സഫ്രാനും ചേർന്ന് ഇന്ത്യയിൽ ഇതിന്റെ ഫാക്ടറി ആരംഭിക്കുമ്പോൾ അത് രാജ്യത്തെ ആയിരക്കണക്കിന് യുവാക്കൾക്ക് തൊഴിൽ നൽകുകയാണ്. മാത്രമല്ല, മിസൈൽ നിർമ്മാണത്തിലെ അതിസങ്കീർണമായ സാങ്കേതിക വിദ്യകൾ ഇന്ത്യയിലേക്ക് കൈമാറപ്പെടും. അടിയന്തര ഘട്ടങ്ങളിൽ ആയുധങ്ങൾക്കായി വിദേശ രാജ്യങ്ങളെ കാത്തു നിൽക്കേണ്ട അവസ്ഥ ഇതിലൂടെ അവസാനിക്കുകയാണ്. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഈ മിസൈലുകൾ ഭാവിയിൽ മറ്റ് സൗഹൃദ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാനും ഇന്ത്യ ലക്ഷ്യമിടുന്നുണ്ട്. ഇത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്കും വലിയൊരു ഉണർവേകും. ഭാവിയിൽ മറ്റ് രാജ്യങ്ങളിലേക്ക് ഹാമർ മിസൈലുകൾ ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യാനും നമുക്ക് സാധിക്കും. ഇതോടൊപ്പം 114 റഫേൽ വിമാനങ്ങൾ കൂടി വരുന്നതോടെ ഇന്ത്യയുടെ വ്യോമസേന ലോകത്തെ തന്നെ വൻ ശക്തിയായി മാറുകയാണ്. പ്രതിരോധത്തിന് പുറമെ AI മേഖലയിലും ഇന്ത്യയും ഫ്രാൻസും ഒന്നിച്ചു നീങ്ങുകയാണ്. ഭാവിയിലെ യുദ്ധങ്ങൾ തോക്കുകൾ കൊണ്ടല്ല, സാങ്കേതിക വിദ്യ കൊണ്ടാണ് ജയിക്കുന്നതെന്ന് മോദിക്കും മക്രോണിനും നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ സാങ്കേതിക വിദ്യയുടെ കൈമാറ്റത്തിന് ഇവർ വലിയ പ്രാധാന്യം നൽകുകയാണ്. ഇന്ത്യയുടെ അതിർത്തികളിൽ, പ്രത്യേകിച്ച് ലഡാക്ക് പോലുള്ള ഉയർന്ന പർവ്വത മേഖലകളിൽ ചൈനയും പാകിസ്ഥാനും ഉയർത്തുന്ന വെല്ലുവിളികൾ ചെറുതല്ല. ഇത്തരം ഭൂപ്രകൃതിയിൽ സാധാരണ മിസൈലുകൾ പലപ്പോഴും പരാജയപ്പെടാറുണ്ട്. എന്നാൽ ഹാമർ മിസൈൽ പർവ്വതനിരകൾക്ക് മുകളിലൂടെയും താഴെയും കൃത്യമായി പറന്ന് ലക്ഷ്യത്തിലെത്താൻ രൂപകൽപ്പന ചെയ്തതാണ്. ഒരു റാഫേൽ വിമാനത്തിന് ഒരേ സമയം 6 ഹാമർ മിസൈലുകൾ വരെ വഹിക്കാൻ കഴിയും. അതായത് ഒരൊറ്റ വിമാനം പറന്നുയർന്നാൽ 6 വ്യത്യസ്ത ശത്രു താവളങ്ങളെ നിമിഷങ്ങൾക്കുള്ളിൽ ചാമ്പലാക്കാൻ നമുക്ക് സാധിക്കും. ഇത് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്. സിവിൽ ഹെലികോപ്റ്ററുകൾ മുതൽ സൈനിക ആവശ്യങ്ങൾക്കുള്ളവ വരെ ഇനി ഇന്ത്യയുടെ മണ്ണിൽ നിന്ന് പറന്നുയരും. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.